അടുത്തതായി വേദിയിൽ പ്രസംഗം മുഹമ്മദ് റാഷിദ് അബ്ദുള്ള ലത്തീഫി കാരമ്പത്തൂർ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بالله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, നമ്മുടെ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച മഹത്തായ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോകത്ത് ഒരുപാട് മതങ്ങളും നിരവധി പ്രത്യയശാസ്ത്രങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഓരോ മതങ്ങളും പ്രബോധനം ചെയ്യാൻ നിരവധി പ്രവാചകന്മാരും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമതമായ പരിശുദ്ധ ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ കൈത്തിരിയുമായി മാനവ സമൂഹത്തിലേക്ക് കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളോളം തങ്ങളുടെ മതാനുയായികളിൽ സ്വാധീനം ചെലുത്തിയ ഒരു നേതാവും ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. മദ്യം ദാശമിനിയാണെന്നും ജീവിതം നിശ്ചിത ലൈംഗികതക്കാണെന്നും വിനോദം യുദ്ധമാണെന്നും നിർവചിച്ചിരുന്ന ഒരു ഇരുണ്ട സമുദായത്തിലേക്കാണ് ഇസ്ലാമിന്റെ സത്യ സന്ദേശവുമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ഒരു കാലഘട്ടം രൂപപ്പെടുത്തിയ സംസ്കാരങ്ങളും ശീലങ്ങളും ഒരു പരിവർത്തകന്റെ സമ്മർദ്ദം കൊണ്ട് മാറ്റപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ കണ്ടത്. എത്രത്തോളം പിന്നീട് തന്റെ പിന്നിൽ അണിഞ്ഞിരുന്ന അനുയായികളെ സംബന്ധിച്ച് പറഞ്ഞു, എന്റെ അനുയായികൾ നക്ഷത്രത്തുല്യരാണ്, രണ്ടുപേരും അവരെ പിൻപറ്റിയാൽ അവന് സന്മാർഗം സിദ്ധിക്കാം. ആ പ്രവാചകന്റെ ഉത്തമ പ്രബോധനത്തെ അമുസ്ലിങ്ങൾ വരെ പുകഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കൃത്യശാസ്ത്ര പറഞ്ഞു, മുഹമ്മദ് is the most successful of all prophets and our religious personalities. എല്ലാ പ്രവാചകനിലും മതപ്രബോധകരിലും വെച്ച് ഏറ്റവും വിജയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങളുടെ ജീവിതം മാനവ ലോകത്തെ മുഴുവനും മാതൃകയാണ്. നബി തങ്ങളുടെ ഉന്നത സ്വഭാവത്തെ പുകഴ്ത്തി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയെ തങ്ങൾ ഉന്നത സ്വഭാവത്തിനുടമയാണ്. നബി തങ്ങളുടെ കാര്യം വളരെ വലുതായിരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല മറ്റിതര ജീവികളും ആ കാരുണ്യം ആവോളം ആസ്വദിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നബിയെ തങ്ങൾ നാം നിയോഗിച്ചത് ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണ്. അതുപോലെ മുത്തുനബി അനുയായികൾക്ക് ഒരു ഉത്തമ നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമായിരുന്നിട്ടും കേവലം 23 വർഷം കൊണ്ട് മഹത്തായ മാതൃകകളായ 1 ലക്ഷത്തിലേറെ അനുയായികളെ വാർത്തെടുക്കാൻ സാധിച്ചു. അതുപോലെ മുത്തുനബി പത്നിമാർക്കൊരു ഉത്തമ ഭർത്താവായിരുന്നു, മക്കൾക്കൊരു ഉത്തമ പിതാവായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മുത്തുനബിയുടെ ജീവിതം നെഞ്ചോട് ചേർക്കാൻ നാം തയ്യാറാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. മുഹമ്മദ് റാഷിദ് അബ്ദുള്ള ലത്തീഫി കാരമ്പത്തൂർ. എക്സാമിനേഷൻ മുത്തഫരിദ് ഫസ്റ്റ്, ഫത്ഹുൽ ഖയ്യൂം ഫസ്റ്റ്, മീസാൻ ഫസ്റ്റ്, അജ്നാസ് സൂറ ഫസ്റ്റ്, മീലാദ് പ്രോഗ്രാം മലയാള പ്രസംഗം സെക്കൻഡ്, അറബ് ഹാൻഡ് റൈറ്റിംഗ് സെക്കൻഡ്, ക്വിസ് ഫസ്റ്റ്. അടുത്തതായി